ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മോട്ടോ ആർട്ടിസ്റ്റ്. അപ്പം ഇന്ന് നമുക്ക് വീഡിയോ ചെയ്യാൻ ഒരു ആനക്കുട്ടിയെ തന്നെ കിട്ടിയിട്ടുണ്ടോ. ഒരു രക്ഷയില്ലാത്ത ഒരു കിള്ളം പജറാണ് ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യാൻ കൊണ്ടുവന്നിരിക്കുന്നത്. നേരെ വീഡിയോയിലോട്ട് പോകും. നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ഒരു രക്ഷയില്ലാത്തൊരു പജേറോ ആണ് ഇന്ന് നമുക്ക് വീഡിയോ ചെയ്യാൻ കിട്ടിയിട്ടുള്ളത്. 2008 മോഡൽ പജേറോ GLX ആണ് ഓപ്ഷൻ വരുന്നത്. ഒരുപാടധികം ആക്സസറീസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വണ്ടി ഒരു വേറെ ലെവലാക്കിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഫ്രണ്ടിൽ തന്നെ നോക്കുമ്പോൾ നല്ലൊരു ബമ്പേഴ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള നമുക്ക് ഏത് ഓഫ് റോഡിങ് കയറി കഴിഞ്ഞാലും എവിടെ തട്ടിക്കഴിഞ്ഞാലും ഒന്നും പറ്റാണ്ട് നിൽക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ബമ്പേഴ്സ് കാര്യങ്ങൾ എക്സ്ട്രാ ഫിറ്റിങ്സ് ആയിട്ട് കയറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നല്ല ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഫുൾ LED വരുന്ന നല്ല ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ അത്യാവശ്യം നല്ലൊരു കാട്ടിലോ അല്ലെങ്കിൽ ഓഫ് റോഡിങ് നൈറ്റൊക്കെ ചെയ്യുമ്പോൾ നല്ല വിസിബിലിറ്റി വരുന്ന നല്ലൊരു LED ലൈറ്റുകളാണ് അത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഫോഗ് ലാമ്പ് ഉണ്ടല്ലോ, ഫോഗ് ലാമ്പ് 2 ലൈറ്റുകളായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു രക്ഷയില്ല. ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഒരു രക്ഷയില്ലാത്തൊരു വണ്ടി തന്നെയാണ്. നമുക്ക് അഡീഷണൽ ആയിട്ട് ഇവിടെ സ്നോർക്കലിൻ്റെ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ടയറൊക്കെ അപ്സൈസ് ചെയ്തിട്ടുണ്ട്. ടയറൊക്കെ നമുക്ക് വരുന്ന 33 സൈസിൽ വരുന്ന ടയറാണ്. അത്യാവശ്യം നല്ല ബൾക്കി ആയിട്ടുള്ള ടയേഴ്സ് കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത്. വണ്ടി ഇങ്ങനെ കണ്ടാൽ തന്നെ ഏകദേശം ഒരു 3-4 ഇഞ്ച് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വണ്ടി ലിഫ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു വീടിനെ മുന്നിലൊക്കെ കൊണ്ടുപോയി നിർത്തി കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു രസമാണ് വണ്ടി കാണാൻ. ഒരുപാടധികം ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. സസ്പെൻഷൻ്റെ സൈഡിലൊക്കെ ഒരുപാടധികം മാറ്റങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് സെയിലിന് വന്നിട്ടുള്ള വണ്ടിയാണ്. 2008 മോഡൽ GLX ആണ് വണ്ടി വരുന്നത്. നിലവിൽ ഡൽഹി രജിസ്ട്രേഷൻ ആണ്. നമുക്ക് KL ആക്കിയിട്ട് കൊടുക്കാൻ പറ്റും കേട്ടോ. സൈഡ് പ്രൊഫൈൽ നോക്കുമ്പോൾ മേൽഭാഗത്തൊരു കെരിയർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡിൽ കാര്യങ്ങളോ ചേഞ്ചസോ കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു പോർഷൻസ് എക്സ്ട്രാ വന്നിട്ടുള്ളതാണ് എൻ്റെ അറിവിൽ. കാരണം ഇത് വണ്ടി ചെയ്തതൊന്നും നമ്മളല്ല. അതുകൊണ്ട് ഇതിൻ്റെ എക്സ്ട്രാ ഏതൊക്കെ വർക്കുകൾ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് കൂടുതലൊന്നും അറിയില്ല. ആ ഒരു പോർഷന് എക്സ്ട്രാ ആയിട്ട് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റെപ്പ് അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. ആർക്ക് വേണമെങ്കിലും ചവിട്ടി കയറാനും അല്ലെങ്കിൽ വണ്ടി എവിടെയെങ്കിലൊക്കെ കുടുങ്ങിക്കഴിഞ്ഞാൽ ബോഡിയിലൊന്നും പറ്റാണ്ട് വെക്കാനും ആ സ്റ്റെപ്പ് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം ബാക്കും കണ്ടല്ലോ, അത്യാവശ്യം നല്ല രീതിയിൽ ഹൈറ്റ് ഉണ്ട്. കാരണം ഒരു ചാണിൻ്റെ അടുത്ത് ബാക്കിലും ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയും ടയർസ് അപ്സൈസ് ചെയ്തിട്ടുള്ള വണ്ടിയാണ്. പിന്നെ ബാക്ക് സൈഡിലോട്ട് നോക്കുമ്പോൾ ഇതൊക്കെ സ്റ്റോക്ക് തന്നെയാണ്. ഈ കേരിയർ കാര്യങ്ങളൊക്കെ പജറോയിൽ വരുന്ന സ്റ്റോക്ക് കേരിയർ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ബമ്പേഴ്സിലും ചെറിയ ചെറിയ അപ്ഗ്രേഡ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സ്റ്റെപ്പിനി കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയാണ് ഹോൾഡ് ചെയ്തിരിക്കുന്നത്. അതിന് വണ്ടി ഓവറോൾ ഒരു രക്ഷയില്ലാത്തൊരു വ്യൂ കാര്യങ്ങളാണ് കേട്ടോ. ഭയങ്കര സൈസാണ്. ഇപ്പോൾ നമ്മൾ ഈ വാഗണറിൻ്റെ അടുത്തൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ടാകും ഏകദേശം നല്ല സൈസ് വരുന്നൊരു വണ്ടി തന്നെയാണ്. ഇപ്പം നമ്മളെ വയനാട് പ്രളയത്തിലൊക്കെ ഉണ്ടല്ലോ, ഒരുപാട് ഇങ്ങനത്തെ വണ്ടികളൊക്കെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. റോഡ് ലീഗലാക്കിയിട്ട് കിട്ടാനാണ് നമ്മളും താല്പര്യം. ഇങ്ങനത്തെ വണ്ടികളൊക്കെ ശരിക്കും ലീഗലാക്കണം. ഒരുപാടധികം വർക്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇത് റോഡിൽ ഓടിച്ചു കൊണ്ടുനടക്കാൻ പറ്റാത്ത സാഹചര്യമാണ് നമ്മളെ നാട്ടിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് റോഡ് ലീഗൽ കാര്യങ്ങളാക്കി കഴിഞ്ഞാൽ ഇങ്ങനത്തെ വണ്ടികളൊക്കെ നമുക്ക് പല സമയങ്ങളിൽ ആവശ്യങ്ങൾ വരാനുള്ള ചാൻസും ഉണ്ട്. ഇൻറ്റീരിയർ സൈഡ് നോക്കുമ്പോൾ ഇതാണ് ഒരു തരക്കേടില്ലാത്ത ഇൻറ്റീരിയർ കാര്യങ്ങൾ. കാരണം സ്റ്റോക്ക് സീറ്റ് കവർ കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. ഓവർ ഡാമേജോ കാര്യങ്ങളൊന്നും ആയിട്ടില്ല. 2008 മോഡൽ വണ്ടിയാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ചെറിയ ചെറിയ ഒരു വർക്കുകൾ കാര്യങ്ങളൊക്കെ കാണേണ്ടി വരും. ഇതിൻ്റെ ഈ ക്ലസ്റ്റർ ഭയങ്കര രസമാണ്. നമുക്ക് വണ്ടിയുടെ ഹൈറ്റ് ലെവൽ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റിയിട്ടുള്ള ഒരു ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ അന്നത്തെ വണ്ടിയിൽ ഈ പജറോലകളൊക്കെ വന്നിട്ടുണ്ട്. AC വെൻ്റ് കാര്യങ്ങളൊന്നും കുഴപ്പമൊന്നുമില്ല. AC കാര്യങ്ങളൊക്കെ പക്ക വർക്കിംഗ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇവിടെ ഒരു ചെറിയ സ്ക്രീൻ കൊടുത്തിട്ടുണ്ട്. വർക്കിംഗ് അല്ല, LED സ്ക്രീനാണ്. പഴയ ടൈപ്പ് സ്ക്രീൻ കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. 4 വീൽ ഡ്രൈവ് വണ്ടിയാണ്. 4 വീല് കാര്യങ്ങളൊക്കെ ഫുള്ള് വർക്കിംഗ് പ്രോപ്പർ വർക്കിംഗ് കാര്യങ്ങളൊക്കെ ഉള്ളൊരു വണ്ടി തന്നെയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ ഇത് നമുക്ക് സെയിലിന് വന്നിരിക്കുന്ന വണ്ടിയാണ്. 2008 മോഡൽ പജേറോ GLX. സെക്കൻഡ് ഓണർഷിപ്പല്ല വണ്ടിയുള്ളത്. 1,20,000 കിലോമീറ്ററാണ് ഇപ്പോൾ വണ്ടി റൺ ചെയ്തിട്ടുള്ളത്. ഇതുപോലത്തെ വണ്ടികൾ, മോഡിഫൈ ചെയ്ത വണ്ടികൾ അല്ലെങ്കിൽ ഇതുപോലത്തെ വണ്ടികൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം. ഇതിൻ്റെ പ്രൈസും ഈ മോഡലും ആയിട്ട് യാതൊരു ബന്ധം ഉണ്ടാവില്ല. വണ്ടിയുടെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 8,50,000 കാരണം അത്രയും മോഡിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രൈസ് കാര്യങ്ങളൊക്കെ വരും. ആൻഡ് ഇങ്ങനത്തെ ഒരു വണ്ടി നോക്കുന്നവർക്ക് നമ്മളെ കോൺടാക്ട് നമ്പർ കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് പജറോയുടെ ഡീറ്റെയിൽസ് വരുന്നത്. അപ്പോൾ ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. കോൺടാക്ട് ചെയ്തോളൂ. അപ്പോൾ ഇതോടെ ഈ വീഡിയോ അവസാനിക്കുകയാണ്. അടുത്തൊരു വീഡിയോയിൽ കാണാം.